ഞാൻ പട്ടീനെ പണ്ട് തൊട്ട സമയത്ത് 7 പ്രാവശ്യം ചെളിവെള്ളത്തിൽ കുളിച്ച കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം കുറെ ആൾക്കാർ പറഞ്ഞു 1 പ്രാവശ്യം ചെളിവെള്ളത്തിൽ കുളിക്കണം, ബാക്കി ആദില നൂറ. എന്റെ അടുത്ത് ഇത്ര വലിയ ചതി ചെയ്യുന്ന ഞാൻ വിചാരിച്ചില്ല. എല്ലാവർക്കും നമസ്കാരം. ബിഗ് ബോസ് സീസൺ 7 കണ്ടസ്റ്റന്റ് റെന ഫാത്തിമ. ചീവീട് റെന ഫാത്തിമ അങ്ങനെ പറഞ്ഞാൽ ചിലർക്കൊക്കെ ചിലപ്പോൾ അറിയാൻ പറ്റത്തുള്ളൂ. പറഞ്ഞെന്നുള്ളൂ. കാരണം ഇവളെ ഇവളെ പറച്ചിൽ കേട്ട് കഴിഞ്ഞാൽ ചില സമയമുണ്ടല്ലോ ഇവളെ പിടിച്ച് ഉരച്ചു വിടാൻ തോന്നും. ഇവളെന്തോ വലിയ എന്നുള്ള രീതിയിൽ നമുക്ക് തോന്നുമ്പോൾ തന്നെ ഇവളെ സംസാരം ഇവളെ ചൊറി വർത്താനം കേൾക്കുമ്പോൾ പിടിച്ച് ഉരയ്ക്കാൻ തോന്നും. ബിഗ് ബോസിന്റെ അകത്ത് ഇവളെ കണകണ വർത്താനം ഉണ്ടല്ലോ, ചീവീട് കിടന്ന് വിളിക്കുന്ന പോലത്തെ അമ്മാതിരി തൊട്ടി വർത്താനം കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ചൊറിഞ്ഞു വരും. 2 ഇടി കൊടുക്കാൻ തോന്നും. പിന്നെ ഇവളെ മറ്റേ ഒരുത്ത ഉണ്ടായിരുന്നല്ലോ, ഒരു ക്യാമുകൻ, സ്കൂളിൽ പഠിച്ചപ്പോൾ തുടങ്ങിയ ക്യാമുകൻ, അവൻ്റെ പേരും മറന്നുപോയി. കോപ്പ്, അവൻ്റെ പേര് ഓർമ്മ ഉള്ളവരൊന്നും താഴെ കമന്റ് ചെയ്തേക്കും. ഞാൻ മറന്നുപോയി അവിടെല്ലേരെ പേര്. ഓക്കെ, അങ്ങനെ ഇത് രണ്ടും കൂടി അയ്യോ കാണിക്കുന്ന കാട്ടാപ്പുകൾ കണ്ടു കഴിഞ്ഞാൽ പിടിച്ച് ഉരയ്ക്കാൻ തോന്നും. അങ്ങനത്തെ ഒരു സാധനമാണ് ഈ ചീവിയുടെ റെന ഫാത്തിമ. എന്ത് തേങ്ങ പറയുന്നോ ഒരു അരിയും തിരിച്ചറിഞ്ഞാത്ത വർത്തമാനങ്ങളൊക്കെയാണ് വന്ന് പറയുന്നത്. ഇവിടെ ഇപ്പം ഒരു മതം എന്ന് പറയുമ്പോൾ മതത്തിൻ്റെതായ വിശ്വാസങ്ങളും ആചാരങ്ങളും ഒക്കെ കാണും. നമുക്കത് ഫോളോ അപ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ നമ്മളത് ഫോളോ അപ്പ് ചെയ്ത് പോവുക, അല്ലെങ്കിൽ നമ്മൾ അവിടെ പോയിരുന്ന അവരെ കുറ്റം പറയാതിരിക്കുക. പ്രത്യേകിച്ച് റെന ഫാത്തിമ ഒരു മുസ്ലിം മതത്തിൽപ്പെട്ടിട്ടുള്ള ഒരാളാണ്, ഒരു കുട്ടിയാണ്. കുട്ടി കുളന്തേ എന്നേ പറയാൻ പറ്റത്തുള്ളൂ, ചീവിടല്ലേ. ഓക്കെ, ആ ഒരു കാൽക്കുലേഷനിൽ ഞാൻ കണ്ടിട്ടുള്ളൂ. അപ്പം നിന്റെ മതത്തിലുള്ള കാര്യങ്ങൾ നിനക്ക് അറിയാമെങ്കിൽ നീ സംസാരിക്കുക, അറിഞ്ഞുകൂടെങ്കിൽ നീ മിണ്ടാതെ വായും പൊത്തിയിട്ടിരിക്കും. ഞാൻ എൻ്റെ കുട്ടിക്കാലത്ത് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് മുസ്ലിം ആൾക്കാർക്ക് അല്ലെങ്കിൽ മുസ്ലിംസിന് ഈ പറയുന്ന പോലെ പട്ടിയെ തൊടാൻ പാടില്ല, ഹറാമാണെന്നൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. ഓക്കെ, എൻ്റെ ക്ലാസ്സിൽ പഠിക്കുന്ന പിള്ളേർ വരെ അങ്ങനെ പട്ടിയൊന്നും തൊടാറില്ല, വളർത്താറൊന്നുമില്ല. എന്നാൽ മതത്തിലോ അല്ലെങ്കിൽ ഖുറാനിലോ പറയുന്ന കാര്യങ്ങൾ അങ്ങനെ അല്ല. കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ വേറെ കുറച്ച് സംഭവങ്ങളാണ് ഈ ഖുറാനിലും മതത്തിലും ഒക്കെ പറയുന്നത്. പക്ഷെ അത് ചില ആൾക്കാർ നമുക്ക് പട്ടിയെ തൊടാൻ പാടില്ല, ഹറാമാണ് എന്നുള്ള രീതിയിൽ അത് അങ്ങനെ ആക്കി ആ ഒരു ലെവലിലോട്ട് അത് പോയി. പ്രത്യേകിച്ച് ഈ പട്ടിയെ തൊടരുതെന്നോ പട്ടിയെ കൂടെ ബെഡിൽ കയറ്റി കിടത്തരുതെന്നോ ഒക്കെ പറയുന്നതിൻ്റെ റീസൺ, ഈ പട്ടിയുടെയൊക്കെ മൂക്കിലും വായിലും നിന്നൊക്കെ വരുന്ന ചളവയിൽ നിന്ന് ഈ കുറച്ച് ബാക്ടീരിയാസ് ഉണ്ട്, ഡെഡ് ആവാത്ത കുറച്ച് ബാക്ടീരിയാസ്. അത് ചിലപ്പോൾ അതിനെ പിടിച്ച് ചാവേണ്ട അവസ്ഥ വരെ ഉണ്ടാവും. ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ടും അങ്ങനത്തെ വിഷയങ്ങളൊക്കെ ഉള്ളത് കൊണ്ടുമാണ് മതത്തിൽ അങ്ങനെ പറയുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ കുറച്ച് കാര്യങ്ങളും അതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരാം. എനിക്കിതിനെ പറ്റിയിട്ട് ഭയങ്കരമായിട്ടൊന്നും അറിയത്തില്ല, കാരണം ഞാൻ ഈ മുസ്ലിം മതത്തിലുള്ള ഒരാളല്ല. ആയിരുന്നെങ്കിൽ ഞാൻ ഒരു പക്ഷേ ചിലപ്പോൾ മതത്തിനെ കുറിച്ച് കുറച്ചധികം കാര്യങ്ങൾ അറിഞ്ഞേനെ. പക്ഷെ അങ്ങനെ അല്ലാത്തതുകൊണ്ട് ഇപ്പം ഞാൻ കുറച്ചൊക്കെ അവിടെ ഇവിടെയൊക്കെ നോക്കി പഠിക്കുന്നതും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് നിങ്ങളടുത്ത് ഞാൻ പറയുന്നത്. ഞാൻ ക്രിസ്ത്യൻ മതത്തിലുള്ളത് കൊണ്ട് എനിക്ക് നമ്മുടെ മതത്തിലുള്ള കാര്യങ്ങളൊക്കെ അത്യാവശ്യം കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാം. ഈ പറഞ്ഞ പോലെ മുസ്ലിം മതത്തിലുള്ള എല്ലാ കാര്യങ്ങളൊന്നും അറിയത്തില്ല. അറിയാത്ത കാര്യങ്ങൾ ഞാൻ സംസാരിക്കാൻ വരത്തില്ല. പക്ഷേ ഈ മതത്തിന്റെ പേരും പറഞ്ഞ് പട്ടിയെ തൊട്ടുവിടാം, പൂച്ചയെ തൊട്ടുവിടാന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവളുമാരി ഇരുന്ന് വിളിക്കുന്ന വിളി കേട്ട് കഴിഞ്ഞാൽ കവാല നോക്കി അടിക്കാൻ തോന്നും. അതുപോലെ തന്നെ ഈ സുന്നത്ത് ചെയ്യുന്നത് സത്യം പറഞ്ഞാൽ നല്ലൊരു കാര്യമാണ്. ഈ ആണുങ്ങളുടെ പ്രൈവറ്റ് പാർട്ട് ഈ വേസ്റ്റ് സ്കിന്ന് കട്ട് ചെയ്ത് കളയുന്ന ഒരു പരിപാടിയാണല്ലോ. അത് ചെയ്തു കഴിഞ്ഞാൽ നല്ല വൃത്തിയായിട്ടിരിക്കും. അവിടെ ഈ ബാക്ടീരിയസ് അതും ഇതൊന്നും കൂടിയിരിക്കത്തില്ല, അങ്ങനത്തെ പരിപാടിയൊന്നും ഉണ്ടാകത്തില്ല. സത്യം പറഞ്ഞാൽ നല്ലൊരു പരിപാടിയാണ് ഈ സുന്നത്ത്. അപ്പം അതിനും നെഗറ്റീവ് പറയുന്ന ആൾക്കാരൊക്കെ ഉണ്ട്, അതുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, എന്തായാലും ചീവീട് റെന ഫാത്തിമ കുറച്ച് അധികം കാര്യങ്ങൾ പറയുന്നുണ്ട്. പിന്നെ ആദില നൂറ റിലേറ്റ് ചെയ്തിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്, ഞാൻ സപ്പോർട്ട് ചെയ്യത്തില്ല. പിന്നെ ഖുറാനിലായാലും ഈ പറയുന്ന പോലെ ഏതൊരു ഇതിലായാലും മറ്റേ ലെസ്ബീന്, ട്രാൻസ്ജെൻഡർ ഇതിനെയൊന്നും സപ്പോർട്ട് ചെയ്യുന്നില്ല. അത് ഞാനും സപ്പോർട്ട് ചെയ്യുന്നില്ല. അത് മതം നോക്കിയിട്ടല്ല, ഞാൻ അല്ലാണ്ട് തന്നെ സപ്പോർട്ട് ചെയ്യുന്നില്ല. ഇതിനെയൊക്കെ സപ്പോർട്ട് ചെയ്ത് ഇട്ട് കഴിഞ്ഞാൽ ശരിയാവത്തില്ല. അവസാനം മറ്റേ കൊട്ടാരക്കരയിൽ നടന്ന പോലത്തെ സമരമായിരിക്കും റോട്ടിൽ കാണുന്നത്. പിന്നെ അത് മറ്റേ എല്ലായിടത്തും കൂടി കാണേണ്ട ഒരു അവസ്ഥയുണ്ടാവും. ഞാൻ അതുകൊണ്ട് ഈ ട്രാൻസ്ജെൻഡേഴ്സ്, ലെസ്ബിയൻസ്, ഇങ്ങനത്തെ കപ്പിൾസിനെ ഒന്നിനെ ഞാൻ സപ്പോർട്ട് ചെയ്യത്തില്ല. ഇങ്ങനത്തെ ടീമിനെ ഒരു കുണ്ടന്മാരെ ഞാൻ സപ്പോർട്ട് ചെയ്യാൻ പോകുന്നില്ല, കാരണം അത് ശരിയല്ല. ഒരു സമയത്ത് ഞാൻ സപ്പോർട്ട് ചെയ്ത് അവസാനം ഞാൻ നോക്കിയപ്പോൾ എവിടെ രാത്രി കാലഘട്ടങ്ങളിൽ പാലത്തിൻ്റെ അടിയിൽ പോയാലും മനുഷ്യനെ നാണക്കേടുണ്ടാക്കുന്ന രീതിയിൽ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളും എടുത്ത് വെളിയിൽ കാണിച്ചുകൊണ്ടിരിപ്പ്. പിന്നെ ഈ ലെസ്ബിയൻസിനായാലും സപ്പോർട്ട് ചെയ്യേണ്ട ഒരു കാര്യമില്ല. കാരണം ഈ എൻ്റെ അടുത്ത് പേഴ്സണലി ഒരു മാതാവ് പറഞ്ഞിട്ടുണ്ട്, അവരുടെ മകള് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഇതുപോലെ ബിഗ് ബോസിൽ ഈ പറയുന്ന ആദിലയും നൂറയും ചെയ്തുപോലെ സ്വന്തം കൂട്ടുകാരെ എടുത്തു. കൊച്ചു പിള്ളേരാണ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഈ പരിപാടി ചെയ്ത് പരസ്പരം കെട്ടിപ്പിടിച്ച് ഉമ്മ വയ്ക്കണ പരിപാടി കൊച്ചു പിള്ളേർ ഇവരെ കണ്ട് ഇൻസ്പയർ ആയി ചെയ്ത്. അത് എൻ്റെ അടുത്തൊരു മാതാവ് പറഞ്ഞതാണ് ആ സമയത്ത്, ബിഗ് ബോസ് കഴിഞ്ഞ സമയത്ത് പറഞ്ഞതാണ്. അപ്പൊ ഇങ്ങനത്തെ വിഷയങ്ങൾ അടക്കം നടക്കുന്നതുകൊണ്ട് ഞാൻ ഇമാതിരി തൊട്ടികളെയൊന്നും ഞാനും സപ്പോർട്ട് ചെയ്യാൻ പോകുന്നില്ല. ഓക്കെ, എന്തായാലും റെന ഫാത്തിമ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്, കേട്ടു നോക്കാം. നിന്റെ അടുത്ത് മനുഷ്യന്മാരായ ആരായാലും ചതി ചെയ്യും. പിന്നെ അതിലാന്ന് പറയാം, അതും കണക്ക നീയും കണക്ക. അതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ച് ഇനിയിപ്പം എഴുതി വെക്കുന്നില്ല. ഞാൻ ഫ്ലാറ്റൊക്കെ മാറിയിട്ട് ഒന്ന്
ഫിനാൻഷ്യലി സെറ്റിൽ ആയിട്ടിരിക്കുന്നു. ഓക്കെ, ലൈക്ക് ഐ ഡിഡ്ന്റ് ഹാവ് ഇനഫ് മണി. ഓക്കെ, നിന്റെ കയ്യിലിരിപ്പ് കാണണം, നിന്റെ 5 പൈസ കാണൂല. അത് പോട്ട് വിട്. എന്നിട്ട് പോലും they influenced me, so I got a puppy. അയ്യോ തക്കുടു വാവാ. കോമഡി ആയിരുന്നല്ലേ? ഓക്കെ, എന്തായാലും അവർക്ക് ഒരു തക്കുടു പപ്പിയെ കിട്ടിയെന്നാണ് പറയുന്നത്. എടാ, ഞാൻ പട്ടികളെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. എൻ്റെ വീട്ടിൽ പട്ടിയുണ്ട്. ഞാൻ ഒരുപാട് സ്നേഹിച്ചൊരു പട്ടി തട്ടിപ്പോയി. എന്നാലും ഇപ്പോൾ വേറെ പട്ടിയുണ്ട്. അതുപോലെ ഞാൻ പട്ടി എൻ്റെ ബെഡിൽ വരെ ഞാൻ കേട്ടിട്ടുണ്ട്. ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ നമ്മൾ ആലോചിക്കേണ്ട അല്ലെങ്കിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അതിനൊക്കെ എത്ര കുളിപ്പിച്ച് എത്ര വൃത്തിയാക്കി കഴിഞ്ഞാലും ഒരു പക്ഷേ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടായാൽ അറ്റ്ലീസ്റ്റ് പേക്ക് എന്ന് പറയുന്ന സാധനം പട്ടിയിൽ നിന്നൊക്കെയാണ് ഉണ്ടാവുന്നത്. സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട. ഈ പറയുന്ന പോലെ എടുത്ത് കൂടെ കിടത്തിയും കൂടെ ഉരുട്ടിയും അതിൻ്റെ ചളവയും അതിൻ്റെ മൂക്കിൽ നിന്ന് വരുന്ന എന്തൊക്കെയോ വിഷയങ്ങളൊക്കെ ഉണ്ടാവും. നല്ലപോലെ കെയർ ചെയ്ത് നോക്കുന്നവരൊക്കെ ഉണ്ടോ, വീട്ടിലത്തെ അങ്ങനത്തെ പോലെ നോക്കുന്നവരുണ്ട്. എനിക്കിഷ്ടമാണ് കേട്ടോ വീട്ടിൽ പട്ടിയെ ഒരുപാട് സ്നേഹിച്ച് വളർത്താനൊക്കെ. പക്ഷേ വേറെ വിഷയമുണ്ട്. ഇപ്പോൾ രണ ഫാത്തിമ വളർത്തുന്ന അവളുടെ ഇഷ്ടമാണ്. അവൾ എന്നാന്ന് വെച്ച് ചെയ്ത് ഇപ്പോൾ അവളുടെ മതം പറയുന്നത് പോലെയാണ് അവൾ ഫോളോ അപ്പ് ചെയ്ത് പോകുന്നതെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. കാരണം മതത്തിൽ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, മുസ്ലിം മതത്തിൽ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, മുസ്ലിം സ്ത്രീകൾ തട്ടമിട്ട് ആ ഒരു രീതിയിലൊക്കെ നടക്കണം, പർദ്ദയൊക്കെ ഇട്ട് മീൻസ് തട്ടം ഇട്ട് നടക്കണം എന്നുള്ള സെറ്റപ്പിലൊക്കെ ഒരു രീതികൾ അവരുടെ മതത്തിലുണ്ട്. അതെല്ലാം ഫോളോ അപ്പ് ചെയ്ത് പോകുന്ന ഒരു പെണ്ണൊന്നും അല്ല ഇവള്. ഓക്കെ, നീ നിന്റെ തോന്നിവാസത്തിന് നടന്നോ. പക്ഷേ ഒരു മതം പറയുന്ന കാര്യങ്ങൾ നിനക്ക് അനുസരിക്കാൻ വയ്യെങ്കിൽ നീ അനുസരിക്കണ്ട. നിന്റെ ഇഷ്ടം, വ്യക്തി സ്വാതന്ത്ര്യമാണല്ലോ. പക്ഷെ നീ എന്നിട്ട് ആ മതത്തിനെ എടുത്തു വെച്ച് ഇതിൻ്റെ ഇടയിൽ കണക്ട് ചെയ്ത് പറയുമ്പോൾ എനിക്കത് യോജിപ്പില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. അത് ബാക്കി ഞാൻ പറഞ്ഞുതരാം. നീ ബാക്കി പറ. അയ്യോടാ, നന്നായിരിക്കുന്നു. പോയി ഉരച്ചു പോയി. നിങ്ങൾക്കറിയോ, പണ്ട് ഞാൻ നായിനെ ജസ്റ്റ് ഒന്നിങ്ങനെ തൊട്ടതിന്റെ പേരില് 7 പ്രാവശ്യം എങ്ങാനും ചെളിവെള്ളത്തിൽ കുളിച്ചിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ തിരിച്ചാണ് ചെയ്യേണ്ടത്. നീ തൊട്ടതുകൊണ്ട് നായി പോയി 7 വെള്ളത്തിലാണ് കുളിക്കേണ്ടത്. എന്തോ ആർക്കും അവിടെ തെറ്റ് പറ്റിയെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എന്തായാലും കുഴപ്പമില്ല, 7 വെള്ളത്തിൽ കുളിക്കണം. ഓക്കെ, കുളിച്ചു. ബാക്കി പറ. സീരിയസ്ലി തലയിൽ ഒഴിച്ചിട്ടല്ല, മേത്തൊഴിച്ചിട്ട്. ഓക്കെ, മേത്തൊഴിച്ചിട്ട് അവളെ 7 വട്ടം കുളിച്ചു. പണ്ട് നായെ തൊട്ടേനെ അവളെ വീട്ടുകാരെ കുളിപ്പിച്ചതായിരിക്കും, കുളിക്കാൻ പറഞ്ഞതായിരിക്കും. ഇപ്പം ഇങ്ങനെ ഒരു വിഷയമെടുത്ത് ഇവൾ ഇതിൻ്റെ ഇടയിൽ കൊണ്ട് ഇട്ടത് എന്തിനാണെന്ന് എനിക്കറിയത്തില്ല. കാരണം അവൾ മുസ്ലിമാണ്. അപ്പം മതത്തിൻ്റെ പേരിലുള്ള സാധനം അവൾ തന്നെ എടുത്ത് അവിടെ അടിക്കുന്നുണ്ട്. എനിക്ക് വിവരം ബോധം പൊക്കണമെന്ന് എനിക്കില്ലെന്ന് എനിക്ക് പണ്ടേ അറിയാം. പക്ഷേ ഇപ്പം മതത്തിൻ്റെ ഒരു ഫാക്ടർ ഇതിൻ്റെ ഇടയിൽ കൊണ്ടിട്ടത് എന്തിനാണ്? നീ മുസ്ലിമായിട്ട് നീ മുസ്ലിം മതം പറയുന്നത് പോലെ അനുസരിച്ച് ജീവിക്കാത്തത് കൊണ്ട് നീ ആ മതത്തിനെതിരെ അടിച്ച ഒരു സാധനമല്ലേ ഇത്? അല്ലേ? എനിക്ക് നിന്റെ ചൊറി വർത്താനം കേട്ടിട്ട് അങ്ങനെയാണ് ഫീൽ ചെയ്തത്. ബാക്കി പറ. ഞാൻ പട്ടീനെ പണ്ട് തൊട്ട സമയത്ത് 7 പ്രാവശ്യം ചെളിവെള്ളത്തിൽ കുളിച്ച കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം കുറെ ആൾക്കാർ പറഞ്ഞു 1 പ്രാവശ്യം ചെളിവെള്ളത്തിൽ കുളിക്കണം, ബാക്കി 6 പ്രാവശ്യം നോർമൽ വെള്ളത്തിലാണ് കുളിക്കേണ്ടത്, അത് ഇത് എന്നൊക്കെ പറഞ്ഞു. പിന്നെ ഇങ്ങനെ ലൈക്ക് അത് ഭയങ്കര ഓവർ ഹൈപ്പ് ചെയ്യുന്ന കാര്യമല്ലേ, ഞാൻ ഇസ്ലാമിനെ താത്തി പറയുന്ന പോലെ അങ്ങനെ തോന്നുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു. ഫസ്റ്റ് ഓഫ് ഓൾ, നമ്മളൊരു പട്ടീനെ തൊട്ടത് കൊണ്ട് നമ്മള് എന്താ പറയാ ചെളിവെള്ളത്തിൽ കുളിക്കേണ്ട ആവശ്യമില്ല. അതിന്റെ ലൈക്ക് ഞാൻ ഇസ്ലാം പരമായി പറയാണ്, ഫോർ ദോസ് ഹു ഡോണ്ട് നോ, നമ്മൾ അതിന്റെ ഇസ്ലാം പരമായിട്ട് പറയുകയാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവള് പറയാൻ തുടങ്ങുന്നത്. നിനക്കൊരു തേങ്ങ അറിയത്തില്ല, നീ മിണ്ടായിരിക്കുന്നതായിരിക്കും നല്ലത്. എന്തായാലും നീ പണഞ്ഞത് മുക്കിലുള്ള ആ സംഭവം അല്ലെങ്കിൽ സലൈവേ അതിന്റെ എന്തെങ്കിലും മ്യൂക്കസ് എന്തെങ്കിലും നമ്മുടെ ശരീരത്തിൽ ആവാണെ മാത്രമാണ് ഇസ്ലാമിൽ പറഞ്ഞിട്ടുള്ളത് അങ്ങനെ ചെയ്യാൻ വേണ്ടിട്ട്. പക്ഷെ ഞാൻ ചെറുതാവുന്ന സമയത്ത് തൊട്ടതിന്റെ പേരിലാണ് കുളിച്ചത്. ദാറ്റ് വാസ് അൺനെസസറി. പക്ഷെ ലിറ്റിൽ ഡിഡ് ഐ നോ, ദാറ്റ്സ് ഇറ്റ്. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അല്ലാതെ ഇസ്ലാം വളരെ മോശമാണ് ലൈക്ക് നിങ്ങൾ എന്തിനാ അങ്ങനെ വളച്ചൊടിക്കുന്നത്? നമ്മളാരും വളച്ചൊടിച്ചില്ല, വെറുതെ ഇരുന്നിട്ട് നീയല്ലേ അണ്ണാക്കി പിരിവെട്ടി സാധനം പറഞ്ഞ. ഓക്കെ, നീ ഇപ്പൊ പറയുന്നുണ്ട് എന്ത് ഇസ്ലാം മതത്തിൽ പറയുന്നത് ഇങ്ങനെയാണെന്ന്, അതായത് പട്ടിയുടെ മൂക്കളയ അല്ലെങ്കിൽ തുപ്പല എന്തെങ്കിലുമൊക്കെ ആയാലുള്ള ഇതാണ് കുളിക്കണമെന്നൊക്കെ ഉള്ള രീതിയിലാണ് പറയുന്നത്. പക്ഷെ ഞാൻ അന്ന് തൊട്ടേന് നീ 7 വട്ടം കുളിച്ചെന്നാണ് പറയുന്നത്. നിന്റെ അടുത്ത് ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നീ മതം പറയുന്നത് പോലെ മതം പറയുന്നത് മാത്രം അനുസരിച്ചാണ് ജീവിക്കട്ടെ. തട്ടത്തിന്റെ കേസ് വിട് പോട്ടെ. ഓക്കെ, ഈ പട്ടിയുടെ കേസിൽ തന്നെ നീ മതം പറയുന്ന പോലെ കേട്ട് ജീവിക്കുന്നുണ്ടോ? പറയുന്ന കേട്ട് കഴിഞ്ഞാൽ നീ ഇപ്പൊ പട്ടിക്കുട്ടി എടുത്തു വെച്ച് തൊട്ടത് മാത്രമേ ഉള്ളൂ, എടുത്തു വെച്ച് കൊഞ്ചിക്കണം. ഇനി അതും പോരാഞ്ഞിട്ട് വേറൊരു സംഭവമുണ്ട്, ഞാൻ കാണിച്ചു തരാം. ഇന്നില്ലേ, ഇവളുടെ ബെഡില് പട്ടി മൂത്രം ഒഴിച്ച് കിടക്കുകയാണ് കേട്ടല്ലോ. അപ്പൊ ഈ മതം പറയുന്ന പോലെയാണ് നീ കേൾക്കുന്നത്. ഞാനിവിടെ മതം പറഞ്ഞ് തമ്മിൽ അടുപ്പിക്കുകയല്ല. മതം പറയുന്നത് പോലെ അനുസരിച്ചാണോ നീ ജീവിക്കുന്നത്? ഒരിക്കലുമല്ല. അതുകൊണ്ട് നിനക്കത് പറയാനുള്ള വോയിസ് പോലുമില്ല. എന്തായാലും നീ ഒരു സംഭവം കൊടുത്തിട്ടുണ്ടല്ലോ,
എപ്പോഴും റീൽ കാണാതെ ഇടയ്ക്ക് ഖുറാനൊക്കെ എടുത്ത് വായിച്ച് നോക്കണം, എന്നാലേ ഇങ്ങനെ പൊട്ടത്തരം പറയാതെ ഇരിക്കുകയുള്ളൂ. എന്തോന്ന്, ഇനിയിപ്പോ ഹറാമാണേലും ഞാൻ സഹിച്ചു. ഓക്കെ, എൻഡ് ഓഫ് ഡിസ്കഷൻ. ഇസ്ലാം ഡോഗ്സ് ഹാം ആണ്. ഇസ്ലാമിൽ ഡോഗ്സ് ഹാം ആണ് ബിക്കോസ് ഇറ്റ്സ് ഹറാം. അല്ല, ഹാം എന്നല്ല, ഹറാമാണ് എന്നാണ് പറഞ്ഞിട്ട് ആരോ ഇവക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഇവൾ അതെടുത്ത് വെച്ച് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് മാസ് കാണിക്കുന്നുണ്ട്. ഓക്കെ, കാണാം. BC-ഒക്കെ കയറ്റി BGM ഒക്കെ കയറ്റി ഇട്ട് വലിയ മാസ് പുള്ള കാണിച്ചോണ്ടിരിക്കുകയാണ് നമ്മുടെ ഹറാം മോള്. എന്തായാലും അടുത്ത വീഡിയോ കാണാം. ഇതെന്താ സംഭവം, അടിച്ചു പോയ ഗൈസ്. എന്തായാലും ആരോ ഇവക്ക് പട്ടി ഹറാമാണെന്ന് പറഞ്ഞപ്പം ഇവളെ പട്ടി ഷോയാണ് അവിടെ ഇവളെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലാതെ ഒരു തേങ്ങയും ഇവളെ അവിടെ കാണിക്കുന്നില്ല. എന്തായാലും ഇവളെ ബാക്കി പട്ടി ഷോ നമുക്ക് കാണാം. ഹെർ നെയിം ഈസ് റുഹ്ന. ഹെർ നെയിം ഈസ് റുഹ്ന എന്ന് പറഞ്ഞും കൊണ്ട് ഇവളുടെ പട്ടിയെ എടുത്ത് ഇവളെ വായിക്കകത്ത് വെച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. ഇത് നല്ലൊരു പരിപാടിയൊന്നുമല്ല. ഞാനും ചെയ്തിട്ടുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. പിന്നെ ഒരു പോയിന്റ് കഴിഞ്ഞിട്ട് ഞാനും പല വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ട്, മത റിലേറ്റഡ് ആയിട്ടല്ല, ഈ ഡോക്ടേഴ്സ് പറയുന്നത് അതും ഇതൊക്കെ. ഇപ്പം ഞാൻ അങ്ങനെ അടുപ്പിക്കാറൊന്നുമില്ല കേട്ടോ. നമ്മളെന്തിനാ വരുത്തി വെക്കുന്നത്? ഓക്കെ, ഇപ്പോൾ ഇവള് തന്നെ പറഞ്ഞു പട്ടിയുടെ മൂക്കളെ അതും ഇതൊക്കെയാണ് പ്രശ്നം. ഇവളെ മൂക്കിൻ്റെ വായിക്കാത്തല്ലേ ഇവളെ പട്ടിക്കുട്ടി എടുത്ത് വെച്ചിട്ടുള്ള. അപ്പോൾ ഇവള് മതം പറയുന്ന പോലെയാണ് ജീവിക്കുന്നത്. നിനക്കത് പറയാനുള്ള വോയിസ് പോലും ഇല്ല. ഓക്കെ, അടുത്തൊരു പോസ്റ്റ് കൊടുക്കാം. അവളെ പട്ടി പെടുത്ത് കിടക്കണാണ്. ശുഭദിനം എന്ന് പറഞ്ഞിട്ട്, ഇത് നീ പെടുത്തതായിരിക്കില്ലല്ലോ, എന്തായാലും നിന്റെ പട്ടി പെടുത്തതായിരിക്കും. അപ്പൊ നീ കിടക്കുന്ന ബെഡിൽ അല്ലെങ്കിൽ അവിടെ ബെഡിൽ എവിടെ പെടുത്ത് കിടക്കുന്നു? ഇതൊക്കെ എന്തിനാണ് സീരിയസ്ലി? എന്നിട്ട് മതം അങ്ങനെയാണ് പറഞ്ഞത്, ഇങ്ങനെയാണ് പറഞ്ഞത്. നീ പറയുന്നതായിട്ട് നീ മതം പറയുന്ന പോലെയാണ് ജീവിക്കുന്നത്. ഞാൻ കുറച്ച് കാര്യങ്ങൾ വായിക്കുന്നതിൽ തെറ്റ്, വാക്ക് ഞാൻ ഉച്ചരിക്കുന്നതിൽ തെറ്റുണ്ടെങ്കിലും എന്നോട് ക്ഷമിക്കുക. അസ്ഹാബുൽ കഹ്ഫിന്റെ നായ, അവയുടെ നായ ഗുഹാമുഖത്ത് തൻ്റെ 2 മുൻകാലുകളും നീട്ടിവെച്ച് കിടക്കുകയായിരുന്നു. വിശദീകരണം: സച്ചിതരായ വിശ്വാസികൾക്കൊപ്പം അവരുടെ കാവൽക്കാരായ ഒരു നായ അള്ളാഹു ഇവിടെ പരാമർശിക്കുന്നു. ഇത് നായയുമായുള്ള സഹവാസം പാടെ നിഷേധമല്ല എന്നതിൻ്റെ സൂചനയാണ്. ഓക്കെ, അതായത് നായ പാടെ അങ്ങോട്ട് ഉപേക്ഷിക്കണമെന്നല്ല പറയുന്നത്. കാവലിനും, വീട്ടില് കാവലിനും, നമ്മുടെ കൃഷിക്ക് കാവലിനും ഒക്കെ ആയിട്ട് നായ നിർത്താം എന്നുള്ളൊരു കാര്യമാണ് ഖുറാനിൽ പറയുന്നത്. അല്ലാതെ പാടെ അങ്ങോട്ട് പട്ടി ഉപേക്ഷിക്കണമെന്നൊന്നുമല്ല ഖുറാനിൽ പറഞ്ഞിട്ടുള്ള. ഈ പറയുന്ന പോലെ വായിക്കാത്ത മൂക്കിൻ്റെ അകത്ത് കയറ്റി വെക്കല്ലെന്നൊക്കെയാണ് പറയുന്നത്. ഓക്കെ, അടുത്ത് ഹദീസുകളിലെ തെളിവുകൾ. ഓക്കെ, നായയുടെ ഉമിനീർ അശുദ്ധമാണെന്നും അത് പുരണ്ടാൽ ശുദ്ധിയാക്കണമെന്നും പഠിപ്പിക്കുന്നത് ഹദീസുകളാണ്. പാത്രം ശുദ്ധിയാക്കൽ. നബി പറഞ്ഞു, നിങ്ങളിൽ ഒരാളുടെ പാത്രത്തിൽ നായ നാവിട്ടാൽ, അതായത് കുടിച്ചാൽ, അത് 7 പ്രാവശ്യം കഴുകട്ടെ. ആദ്യത്തെ തവണ മണ്ണുകൊണ്ട് തേക്കുകയും ചെയ്യട്ടെ. അതായത് നായ നാക്കിട്ട് കഴിഞ്ഞാൽ ഒരു വെള്ളത്തിൽ ഇപ്പം നാക്കിട്ട് നമുക്കത് കുടിക്കാൻ കൊള്ളത്തൊന്നുമില്ല. അതിൻ്റെ റീസൺ ചിലപ്പോൾ നമുക്ക് വരും, അതിൻ്റെ വൈറസ് ഉള്ളതൊക്കെ ഉണ്ടെങ്കിൽ. അതിനെയാണ് ഈ പറയുന്ന ഖുറാനിലായാലും ഹദീസുകളിലായാലും പറയുന്ന കാര്യങ്ങൾ. അത് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അതിനെ പിന്നെ പട്ടിയെ തൊട്ടുകൂടെന്ന് വരെ ആക്കിയിട്ടുള്ളത് വേറെ ആൾക്കാരാണ്. അതെനിക്കറിയത്തില്ല ആരാണ് ആക്കിയത്. ഓക്കെ, നായ വളർത്തുന്നതുമായി ബന്ധപ്പെട്ട ഹദീസുകൾ. ആവശ്യമില്ലാതെ വീടിനുള്ളിൽ നായ വളർത്തുന്ന ചില ഹദീസുകളിൽ നിരുത്സാഹപ്പെടുത്തിയിട്ടുണ്ട്. മാലാഹമാർ പ്രവേശിക്കില്ല. നബി പറഞ്ഞു, നായയോ ചിത്രങ്ങളോ ഉള്ള വീട്ടിൽ മാലാഹമാർ പ്രവേശിക്കുകയില്ല. അതായത് അവർ വീട്ടിൻ്റെ അകത്ത് നായയെ കയറ്റരുത്, അല്ലെങ്കിൽ വീട്ടിൻ്റെ അകത്ത് നായയുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊന്നും വരരുത്. അതിന് കാവലിന് വേണ്ടിയിട്ട് പുറത്ത് നിർത്തണം എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. ഓക്കെ, അനുവദനീയമായ സാഹചര്യങ്ങൾ. നബി പറഞ്ഞു, കൃഷിയോ ആടുകളെയോ കാക്കാനോ വേട്ടയ്ക്കോ വേണ്ടി അല്ലാതെ ആരെങ്കിലും ഒരു നായയെ വളർത്തുകയാണെങ്കിൽ ഓരോ ദിവസം അവൻ്റെ പ്രതിഫലത്തിൽ നിന്ന് ഓരോ ഹിറാത്ത് വീതം കുറഞ്ഞുകൊണ്ടിരിക്കും. അതായത് കൃഷിയിടങ്ങളിൽ കാവലിനോ ആടുകൾക്ക് കാവലിനോ വേട്ടയ്ക്ക് നായയെ ഇറക്കുമോ അറിയില്ല. ഇനി അങ്ങനെ ഇറക്കുന്നുണ്ടെങ്കിൽ ഒന്ന് താഴെ കമന്റ് ചെയ്തേക്ക്. അങ്ങനെ അല്ലാണ്ട് വീട്ടിൻ്റെ ഉള്ളിൽ കയറ്റി വളർത്തല്ലെന്നൊക്കെയാണ് പറയുന്നത്. അങ്ങനെ വളർത്തി കഴിഞ്ഞാൽ ഓരോ ഹിയാത്ത് വീതം കുറഞ്ഞുകൊണ്ടിരിക്കും എന്നൊക്കെയാണ് പറയുന്നത്. ഓക്കെ, സ്വർഗം ലഭിച്ച വ്യക്തി. ദാഹിച്ച അവശനായ ഒരു നായയ്ക്ക് കിണറ്റിലിറങ്ങി തൻ്റെ ഷൂവിൽ വെള്ളം കോരിക്കൊടുത്ത് ഒരു വ്യക്തിയുടെ പാപങ്ങൾ അള്ളാഹു പുറത്തു നൽകുകയും അവനെ സ്വർഗത്തിൽ പ്രവേശിക്കുകയും ചെയ്തു എന്ന് നബി പഠിപ്പിച്ചിട്ടുണ്ട്. എൻ്റെ ചാവാൻ കിടക്കുന്ന ഒരു പട്ടിക്ക് വെള്ളം കൊടുക്കുന്ന തെറ്റൊന്നുമല്ല. ഈ പറഞ്ഞതുപോലെ വീട്ടിൻ്റെ അകത്ത് കയറ്റി വളർത്തരുത്, അല്ലെങ്കിൽ വീട്ടിൻ്റെ അകത്ത് കയറ്റി ഈ പറയുന്ന പോലെ കൊഞ്ചിച്ചെടുത്ത് ഉമ്മ വച്ച് കെട്ടിപ്പിടിച്ചെടുത്ത് പണ്ണരുതെന്നാണ് പറയുന്നത് കേട്ടോ. ഖുറാൻ അടിസ്ഥാനം.
ഖുറാൻ അള്ളാഹുവിന്റെ വചനമാണ്. ഇസ്ലാമിലെ ഏറ്റവും പ്രധാനപ്പെട്ടതും ഒന്നാമതേതുമായ പ്രമാണമാണിത്. ഖുറാൻ പൊതുവായ നിയമങ്ങളും തത്വങ്ങളും നൽകുന്നു. ഉദാഹരണം, ഖുറാൻ നമസ്കരിക്കാൻ കൽപ്പിക്കുന്നു, എന്നാൽ അത് എങ്ങനെ കൃത്യമായി നിർവഹിക്കണമെന്ന് വിശദീകരിക്കുന്നില്ല. ഹദീസ് വിശദീകരണം: പ്രവാചകൻ മുഹമ്മദ് നബിയുടെ വാക്കുകളും പ്രവൃത്തികളുമാണ് ഹദീസ്. ഖുറാനിലെ നിയമങ്ങൾ ജീവിതത്തിൽ എങ്ങനെ പ്രയോഗമാക്കണം എന്ന് കാണിച്ചു തരുന്നത് ഹദീസുകളാണ്. ഓക്കെ, ഹദീസ് വിശദീകരണം: പ്രവാചകൻ മുഹമ്മദ് നബിയുടെ വാക്കുകൾ പ്രവൃത്തികളുമാണ് ഹദീസ്. ഖുറാനിലെ നിയമങ്ങൾ ജീവിതത്തിൽ എങ്ങനെ പ്രായോഗികമാക്കണമെന്ന് കാണിച്ചു തരുന്നത് ഹദീസുകളാണ്. ഉദാഹരണം, ഖുറാൻ കൽപ്പിച്ച നമസ്കാരം ഏത് സമയത്ത് എത്ര തവണ എങ്ങനെ ചെയ്യണമെന്ന് പ്രവാചകൻ ഹദീസുകളിൽ പഠിപ്പിച്ചു തന്നു. അതായത് ഖുറാനിൽ പറയാത്തത് ഹദീസുകളിൽ കൃത്യമായിട്ട് പഠിപ്പിക്കുന്നു എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. ഒന്നാം പ്രമാണം ഖുറാൻ, രണ്ടാം പ്രമാണം ഹദീസ്. ഖുറാന്റെ വിശദീകരണമാണ് ഹദീസ് എന്ന് പറയുന്ന ആ ഒരു ഇത്. ഖുറാനിൽ ഇല്ലാത്ത ഒരു കാര്യം ഹദീസിൽ ഉണ്ടെങ്കിൽ അത് അള്ളാഹു പ്രവാചനങ്ങളിലൂടെ നൽകിയ നിർദ്ദേശമായിട്ടാണ് വിശ്വാസികൾ കണക്കാക്കുന്നത്. ഖുറാൻ തന്നെ പറയുന്നു, പ്രവാചകൻ നിങ്ങൾക്ക് നൽകിയത് നിങ്ങൾ സ്വീകരിക്കുക, അദ്ദേഹം വിലക്കിയത് നിങ്ങൾ ഉപേക്ഷിക്കുകയും ചെയ്യുക. ചുരുക്കത്തിൽ ഇവ രണ്ടും വേറിട്ട വഴികളല്ല. സൂറത്തുൽ കഫറും ഹദീസും ഒരുപോലെ ഇസ്ലാമിന്റെ ഭാഗമാണ്. സൂറത്തുൽ കഫറിന്റെ കഹ്ഫ്, ഞാൻ വായിക്കുന്നതിൽ തെറ്റാണ് കേട്ടോ. ഓക്കെ, നായയുടെ സാന്നിധ്യത്തെ കുറിച്ച് പറയുമ്പോൾ ഹദീസ് എന്നൊക്കെയാണ് പറയുന്നത്. ശുദ്ധീകരണ രീതി. ഓക്കെ, കേരളത്തിൽ ഭൂരിഭാഗം മുസ്ലിങ്ങളും പിന്തുടരുന്ന ഷാഫി മദ്ഹബ് പ്രകാരം നായയുടെ ഉമിനീർ നജസ്, മുഖമുള്ള കഠിനമായ അശുദ്ധി ആണ്. നായ നക്കിയ ഭാഗം ശുദ്ധിയാക്കൽ താഴെ പറയുന്നവ ചെയ്യണം. ആ ഭാഗം 7 തവണ വെള്ളം ഉപയോഗിച്ച് കഴുകണം. ഈ 7 തവണയിൽ 1 തവണ മണ്ണ് കലക്കിയ വെള്ളം ഉപയോഗിച്ചിരിക്കണം. ഇതിനുശേഷമോ ആ വ്യക്തിക്ക് ആ ശരീരഭാഗം വച്ച് നമസ്കരിക്കാനോ മറ്റ് ആരാധനകൾ ചെയ്യാനോ സാധിക്കൂ. ഓക്കെ, ഇത് ഖുറാനിൽ പറയുന്നതാണ്. അതായത് നായ നക്കിയ വെള്ളം, അങ്ങനെ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെയാണ് പറയുന്നത്. നൈതികയും സ്വഭാവ മര്യാദയും. ഇസ്ലാം ഓരോ കാര്യത്തിലും അതിൻ്റെതായ അതിർവരമ്പുകൾ നിശ്ചയിച്ചിട്ടുണ്ട്. നായയോട് കാരുണ്യം കാണിക്കണമെന്ന് അവയെ സംരക്ഷണത്തിനായി ഉപയോഗിക്കണമെന്നും പറയുമ്പോൾ നായയുമായുള്ള അമിത ശാരീരിക സമ്പർക്കം, ഉദാഹരണം നക്കാൻ അനുവദിക്കുക, ഒരേ കിടക്കയിൽ കിടത്തുക, ഇസ്ലാമിക സംസ്കാരത്തിന് യോജിച്ചതല്ല. ഇത് പ്രവാചകൻ പഠിപ്പിച്ച ശുദ്ധി എന്ന സങ്കല്പത്തിന് വിരുദ്ധമാണ്. അതായത് ഈ പറയുന്ന പോലെ നായെ കെട്ടിപ്പിടിച്ച് ഇരിക്കുക, നക്കാൻ അനുവദിക്കുക, ഒരുമിച്ച് ഒരു കട്ടിൽ കയറി പടുക്കുക, ഇമാതിരി പരിപാടിയൊന്നും ചെയ്യരുതെന്നാണ് പറയുന്നത്. അല്ലാണ്ട് നായെ വീട്ടിൽ വളർത്തുന്നത് തെറ്റാണെന്നോ അല്ലെങ്കിൽ നായെ കാവലിനായി നിർത്തുന്നത് തെറ്റാണെന്നോ ഒന്നും അല്ല പറയുന്നത്. ഈ പറയുന്ന റെന ഫാത്തിമയ്ക്കൊന്നും ഒരു തേങ്ങ അറിയത്തില്ല. ഇതൊക്കെ എവിടെ കിടന്ന ഇവിടെയുള്ള ടീമുകൾ. ഓക്കെ, മനഃപൂർവ്വമുള്ള അശുദ്ധി. ഒരു മുസ്ലിമിനെ സംബന്ധിച്ച് 5 നേരത്തെ നമസ്കാരം നിർബന്ധമാണ്. നമസ്കാരം ശരിയാകണമെങ്കിൽ ശരീരവും വസ്ത്രവും സ്ഥലവും പൂർണ്ണമായി ശുദ്ധമായിരിക്കണം. നായയുമായി ഒരുമിച്ച് ഉറങ്ങുകയും അത് നക്കുന്നത് ആസ്വദിക്കുകയും ചെയ്യുന്ന ഒരാൾക്ക് തൻ്റെ ശുദ്ധി നിലനിർത്തുക എന്നത് പ്രായോഗികമായി അസാധ്യമാണ്. അറിഞ്ഞുകൊണ്ട് ആരാധനകളെ തടസ്സപ്പെടുത്തുന്ന ഈ സാഹചര്യവും മതപരമായ ബാധ്യതയോടുള്ള അനാദരവായ കണക്കാക്കപ്പെടുന്നു. പ്രവാചക കൽപ്പനകൾ അവഗണിക്കൽ. നായയുള്ള വീട്ടിൽ മാലാഹർമാർ പ്രവേശിക്കില്ല എന്നും ആവശ്യമില്ലാതെ നായ വളർത്തിയാൽ പ്രതിഫലം കുറയുമെന്നും പ്രവാചകൻ വ്യക്തമായി പഠിപ്പിച്ചിട്ടുണ്ട്. ഈ നിയമങ്ങൾ അറിഞ്ഞിട്ടും അത് ലംഘിക്കുന്നത് പ്രവാചകരോടുള്ള നിഷേധമായിട്ടാണ് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത്. ഖുറാൻ: സുഖവാസികൾക്കൊപ്പം ഒരു നായ കാവലിലുണ്ടായിരുന്നു എന്ന് ഖുറാൻ പറയുന്നു. ഇതിനർത്ഥം കാവലിനും സുരക്ഷയ്ക്കും നായയെ ഉപയോഗിക്കാം എന്നത് ഖുറാൻ അംഗീകരിക്കുന്നു എന്നാണ്. അടുത്ത ഹദീസ്: നായയെ ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ ഉമിനീർ അശുദ്ധമാണെന്നും അത് പാത്രത്തിലോ ശരീരത്തിലോ ആയാൽ എങ്ങനെ ശുദ്ധീകരിക്കണമെന്നും ഹദീസ് പഠിപ്പിക്കുന്നു. നായയോടുള്ള സ്നേഹവും അതിർവരമ്പുകളും. ഇസ്ലാമിൽ നായയോട് കാരുണ്യം കാണിക്കാം, പക്ഷെ അത് മനുഷ്യർക്ക് തുല്യമായ സ്ഥാനത്ത് മനുഷ്യരുടെ കിടക്കയിലും പാത്രത്തിലും പ്രതിഷ്ഠിക്കാനുള്ളതല്ല. ഓരോ ജീവിക്കും പ്രകൃതിപരമായ ഒരു സ്ഥാനമുണ്ട്. നായ വീടിനുള്ളിൽ താമസിപ്പിക്കുന്നത് ഓക്കെ. ആരോഗ്യ പ്രശ്നങ്ങൾ: നായയുടെ രോമവും ഉമിനീരും വഴി പകരുന്ന രോഗങ്ങൾ. കേട്ടല്ലോ. ഓക്കെ. ആരാധനയിലെ തടസ്സം: വീടിന്റെ പരിശുദ്ധി നഷ്ടപ്പെടുന്നത് വഴി അവിടെ വച്ച് ഇബാദത്തുകൾ, ആരാധനകൾ ചെയ്യാൻ കഴിയാതെ വരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഖുറാനിൽ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നത്.
എന്നാൽ ഈ പറയുന്നത് പോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഫോളോ അപ്പ് ചെയ്യുക, നിങ്ങളൊരു വിശ്വാസിയാണെങ്കിൽ അതൊക്കെ അനുസരിച്ച് ജീവിക്കുക, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. പക്ഷെ അറിയാത്ത കാര്യം വന്നിട്ട് തേങ്ങാക്കൊല മാങ്ങാത്തൊലി എന്ന് വന്നിരുന്ന് പറയരുത് കേട്ടാ. ചീവീട് രണ ഫാത്തിമ, നിനക്ക് അറിയത്തില്ലെങ്കിൽ നീ അതിനെ പറ്റി പറയാൻ നിൽക്കല്ലേ. നീ നിന്റെ ഇഷ്ടത്തിന് ജീവിച്ചോ. നീ പട്ടിയെ വളർത്തുക, പൂച്ച വളർത്തുക, പട്ടിയുടെ കിടക്കുക, പൂച്ചയുടെ കിടക്കുക, ആനയുടെ പോയ എന്താന്ന് വെച്ചാൽ നീ ചെയ്തു. പക്ഷേ നീ വന്നിട്ട് അറിയാത്ത കാര്യത്തിനെ പറ്റിയിട്ട് ഒരു തൊട്ടി വർത്താവനും പറയാൻ നിൽക്കരുത്. എനിക്ക് അതേ പറയാനുള്ളൂ കേട്ടാ. നിനക്ക് അറിയത്തില്ല, നീ മിണ്ടാതെ അവിടെ എവിടെയും പോയി കിടന്ന് ഉറങ്ങും, അതേ പറയുന്നുള്ളൂ. അറിയില്ലെങ്കിൽ പറയാൻ നിൽക്കരുത്. ഇതിപ്പോൾ നിനക്ക് വേണമെങ്കിൽ നീ പട്ടി വളർത്ത്, പൂച്ച വളർത്ത്, നിന്റെ ഇഷ്ടം. നിനക്കറിയത്തില്ലെങ്കിൽ നീ അത് മിണ്ടരുത് കേട്ടാ. അടി കവാല നോക്കിയാൽ തരും. കൊച്ചു പെണ്ണെന്ന് പറഞ്ഞ് വിടുമ്പോൾ കണ എന്ന് വന്ന് വായി തോന്നി അത് ഗോതയ്ക്കുമായിട്ട് വിളിച്ച് പറയും. എന്തായാലും ഒന്നും പറയാനില്ല കൂടുതലായിട്ട്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പെടുത്താക്കാൻ പുതിയ വീഡിയോ ഇടണം. ബൈ.